ഓക്കെ. അപ്പോൾ ബേസിക്കലി റിലയബിലിറ്റി ഒരു പ്രോബബിലിറ്റി ആണല്ലോ. അപ്പോൾ പ്രോബബിലിറ്റിയുടെ കുറച്ച് അത്ര എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ളതല്ല, കുറച്ച് വ്യത്യാസം വരുന്ന കേസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3 മിസൈലുണ്ട്. ഈ 3 മിസൈലും നമ്മൾ സബ്സീക്വൻ്റ്ലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ 3-ൽ ഏത് വേണമെങ്കിലും ഫെയിലാവും. എല്ലാത്തിനും ഫെയിലാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് 0.85 ആണ്. എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ഒബ്വിയസ്ലി 0.15 ആയിരിക്കും. അതുപോലെ ആദ്യത്തെ സക്സസ് ആയാൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലോഞ്ച് ആവും, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലോഞ്ച് ആവും. അപ്പോൾ ഈ തൊട്ട് മുമ്പ് ലോഞ്ച് ചെയ്ത എല്ലാ മിസൈലും സക്സസ് ആയിരുന്നെങ്കിൽ ആ മിസൈലിനും ഈ 0.8ഉം 0.2ഉം ആയിരിക്കും. പക്ഷേ ഈ തൊട്ട് മുമ്പ് ലോഞ്ച് ചെയ്തതിൽ ഏതെങ്കിലും ഒരു മിസൈൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ മിസൈലിനും പ്രോബബിലിറ്റി മാറും. അതായത് സക്സസ് 0.8ഉം ഫെയിലിന് 0.2ഉം ആവും. തൊട്ട് മുമ്പ് ലോഞ്ച് ചെയ്ത ഏതെങ്കിലും മിസൈൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പ്രോബബിലിറ്റി മാറുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട 3 തവണ മൊത്തം ലോഞ്ച് ചെയ്തു, അതിൽ 2 എക്സാക്ട്ലി 2 സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീ വരയ്ക്കണം. ട്രീ വരച്ചാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് തുടങ്ങുമ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ ആദ്യത്തെ മിസൈലാണിത്. ഈ ആദ്യത്തെ മിസൈൽ ഒന്നുകിൽ സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിൽ ആവാം. അപ്പോൾ നമ്മൾ ട്രീ ഇങ്ങനെ 2ആയിട്ട് ബ്രാഞ്ച് ചെയ്തു. ഇവിടെ സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.85. അത് കഴിഞ്ഞ് ഫെയിലും ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രീ വരച്ചു. അപ്പോൾ ഇത് ഫെയിൽ, അപ്പോൾ ഇത് 0.15 വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മിസൈൽ ലോഞ്ച് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒന്നുകിൽ ആദ്യത്തെ സക്സസ് ആയതിനു ശേഷം രണ്ടാമത്തെ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ ഫെയിൽ ആയതിനു ശേഷം രണ്ടാമത്തെ ലോഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ സക്സസ് ആയിട്ടുള്ളതിന് ശേഷമുള്ള ആദ്യം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ലോഞ്ച് ചെയ്തു. ആദ്യത്തെ സക്സസ്, രണ്ടാമത്തെ സക്സസ്, അങ്ങനെ വരണം. ആദ്യത്തെ സക്സസ്സിന് ശേഷം രണ്ടാമത്തെ ഫെയിലായി, അത് വരണം. അതേപോലെ തന്നെ ഈ ഫെയിലിന് ശേഷം നമ്മൾ ലോഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടാമത്തെ സക്സസ് ആവുന്ന ഒരെണ്ണം, ഇവിടെ ഫെയിലാവുന്നത് ഒരെണ്ണം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബിലിറ്റി എഴുതുമ്പോഴോ ഇവിടെ ആദ്യത്തെ സക്സസ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി ഇവിടെ 0.85 ആണ്. ഇവിടെ ഫെയിലാവാനുള്ള 0.15. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫെയിലാവുമ്പോൾ നമുക്ക് എന്തറിയാം? പ്രോബിലിറ്റി മാറും. 0.85 എന്നുള്ളത് 0.8 ആവും. അപ്പോൾ ഇവിടെ 0.8 ആയി, ഇവിടെ 0.2 ആയി, ബാക്കി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത കേസ് വരും. ഇവിടെ 2 സക്സസ് ആയതിനു ശേഷം ഇവിടെ മൂന്നാമതൊരു സക്സസ്, ഇവിടെ നിന്നൊരു ഫെയിൽ ആവും, ഇവിടെ നിന്നൊരു സക്സസ്, ഇവിടെ നിന്നൊരു ഫെയിൽ വരും, ഇവിടെ നിന്നൊരു സക്സസ്, ഇവിടെ നിന്നൊരു ഫെയിൽ വരും, ഇവിടെ നിന്നൊരു സക്സസ്, ഇവിടെ നിന്നൊരു ഫെയിൽ വരും, അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് സക്സസ് ഇവിടെ ഈ ബ്രാഞ്ചിൽ തൊട്ട് മുമ്പുള്ള എല്ലാം സക്സസ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി 0.85, ഫെയിൽ ആവാനുള്ളത് 0.15. ഇവിടെ നമുക്കറിയാം ഇവിടെ ഫെയിലായിപ്പോയി, രണ്ടാമത്തെ ഫെയിലായിപ്പോയി, അതുകൊണ്ട് പ്രോബിലിറ്റി മാറിയപ്പോൾ സക്സസ് ആവാനുള്ള 0.8, ഇവിടെ 0.2. ഇവിടെ നമുക്കറിയാം ഇവിടെ തൊട്ട് മുമ്പുള്ള സക്സസ് ആയിരുന്നെങ്കിലും ആദ്യത്തെ ട്രയൽ ഇവിടെ ഫെയിലായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പ്രോബിലിറ്റി മാറി. അപ്പോൾ ഇവിടെ 0.8, ഇവിടെ 0.2. ഇങ്ങോട്ട് വരുമ്പോഴോ ഇവിടെ രണ്ടും ഫെയിലായാലും മൂന്നാമത്തെ സക്സസ് ആവാനുള്ളത് 0.8, ഫെയിലാവാനുള്ളത് 0.2. അപ്പോൾ എക്സാക്ട്ലി 2 സക്സസ് ആണ് നമ്മൾ നോക്കണേ. നമ്മൾ ഈ ബ്രാഞ്ചസ് നോക്കണം. ഇത് 3 സക്സസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എക്സാക്ട്ലി 2 സക്സസ് ആണ് വേണ്ടത്. ഇത് പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഒരു ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ച് ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കേസ് വരാനുള്ള പ്രോബിലിറ്റി 0.85 × 0.85 × 0.15 ആണ്. ഈ ബ്രാഞ്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഫെയിൽ സക്സസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് 2 സക്സസ് ആണ്. അപ്പോൾ 0.85 × 0.15 × 0.8 എന്ന് എടുക്കാൻ പറ്റും. ഈ ബ്രാഞ്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല, 2 ഫെയിലിയറാണ്, അപ്പോൾ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബ്രാഞ്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ബ്രാഞ്ചിലുണ്ടോ ഒരു ഫെയിൽ സക്സസ്, അപ്പോൾ അത് 0.15 × 0.8 × 0.8. അപ്പോൾ ഇതിന് ഈ 3 കേസല്ലേ ഉള്ളൂ. വേറെ നമുക്ക് 2 സക്സസ് വരുന്ന കേസില്ല. ഇവിടെ 2 ഫെയിലാണ്, ഇവിടെ 2 ഫെയിലാണ്, ഇവിടെ 3 ഫെയിലാണ്. അപ്പോൾ ഇത് 3 കിട്ടുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ഈ ഓരോ കേസിനുള്ള പ്രോബിലിറ്റിയാണിത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രോബിലിറ്റി കിട്ടും.